ഉത്സവ ലഹരിയിലാണ് പത്തനാപുരം. പത്തനാപുരത്തിൻ്റെ ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനമായ സെൻറ്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂള് 100 വയസ്സ് പൂർത്തീകരിക്കുകയാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം 100 വയസ്സ് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. എത്രയോ അധികം പേര് വിദ്യ നേടി ഈ കുന്നിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അത് അഭിമാനമാണ്. ലോകത്തിൻ്റെ ഏത് മേഖലയിൽ ചെന്നാലും സെൻറ്റ് സ്റ്റീഫൻസിൽ മൗണ്ട് താബോർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കുട്ടികൾ പഠിച്ചവർ അവിടെ ഉണ്ടാവും എന്നുള്ളത് വളരെ അഭിമാന നിമിഷമാണ്. 100-ാം വർഷം ഞായറാഴ്ച മാർച്ച് മാസം 1-ാം തീയതി ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്. ആ ഒരു ആനന്ദഭരിതമായ നിമിഷത്തിലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ആയതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സ്ഥാപനങ്ങളുടെ സ്ഥാപക പിതാവ് മാർത്തോമ ദിവന്നാസിയോസ് തിരുമേനി ഒരു ശമ്മാശനായിരിക്കുമ്പോൾ വാങ്ങിയ ഒരു വിദ്യാലയമാണ് ഇത്. ആ വിദ്യാലയം ഇന്നും പത്തനാപുരത്തിൻ്റെ തിലകക്കുറിയായി ശോഭിക്കുകയാണ്. ആയതിലേക്ക് എല്ലാവരുടെയും സാന്നിധ്യവും സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ഉദ്യമത്തിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു. അഭിമന്യ തോമാ ദിവന്നാസിയോസ് പിതാവിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ അനന്തര ഫലമാണ് ഇന്ന് 100-ാം വർഷത്തിൽ എത്തി നിൽക്കുന്ന ഈ സെൻറ്റ് സ്റ്റീഫൻസ് ഹൈസ്കൂൾ. ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഈ വർഷം സെൻറ്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിൻ്റെ പ്രധാന അധ്യാപികയായിരിക്കുവാൻ സാധിച്ചത് ദൈവനിയോഗം തന്നെ. എൻ്റെ പിതാവ് ഈ സ്കൂളിലെ ഒരു അധ്യാപകനായിരുന്നു എന്നതും സഹോദരൻ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു, കൂടാതെ എൻ്റെ മകൻ ഈ സ്കൂളിൽ പഠിച്ചിരുന്നു എന്നതും ഏറെ അഭിമാനം. ഒപ്പം അതിലൊക്കെ ഉപരിയായി 1-ാം ക്ലാസ് മുതൽ ഈ താബോറിൻ്റെ അങ്കണത്തിൽ പഠിച്ചു വളർന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം ഈ സ്കൂളിലെ ഒരു അധ്യാപികയായി ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന അധ്യാപികയായിരിക്കുമ്പോൾ ഏറെ നന്ദി കടപ്പാടും ഉണ്ട്. പത്തനാപുരത്തിന് അഭിമാനമായി തലയെടുപ്പോട് നിൽക്കുന്ന ഈ സ്ഥാപനം പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൊല്ലം ജില്ലയിൽ ഏറ്റവും മികച്ച ഒരു വിദ്യാലയം,
5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ 2000-ഓളം ആൺകുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം എന്ന നിലയിൽ വളരെ മികച്ച നിലവാരത്തിലാണ്. മൗണ്ട് താബോർ ദേറായുടെ അധീനതയിലുള്ള ഈ സ്ഥാപനം, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് നിയന്ത്രണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഫിലിപ്പ് മാത്യു അച്ഛനാണ് എന്നുള്ളത് ഏറെ അഭിമാനമാണ്. ഇന്ന് കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഉന്നത നിലയിൽ പത്മനാഭപുരത്തിൻ്റെ യശസ്സും സെൻറ്റ് സ്റ്റീഫൻസിൻ്റെ യശസ്സും വർദ്ധിപ്പിച്ചുകൊണ്ട് ധാരാളം വ്യക്തിത്വങ്ങൾ ഉണ്ട് എന്നുള്ളത് ഈ സ്ഥാപനത്തിന് അഭിമാനിക്കാവുന്ന വളരെ ഒരു നല്ല കാര്യം തന്നെയാണ്. എക്കാലവും നാട്ടുകാരോടൊപ്പം ഈ സ്ഥാപനം ഉണ്ട്. വളരെയധികം കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്ന ഈ സരസ്വതി ക്ഷേത്രം എന്നും എക്കാലവും ഈ നാടിന് ഒരു അഭിമാനം തന്നെയാണ്. വളരെ പ്രഗത്ഭരായ അധ്യാപകർ ഈ സ്ഥാപനത്തിൽ നിന്ന് വിരമിച്ച് അതോടെ വളരെ നല്ല വിദ്യാഭ്യാസം ഉള്ള അധ്യാപകരാണ് ഈ സ്കൂളിന് ഇന്ന് മുതൽക്കൂട്ടായിട്ടുള്ളത്. 2000-ഓളം ആൺകുട്ടികൾ വരുന്ന ഈ സ്ഥാപനത്തിൽ NCC, ഗൈഡ്, സ്കൗട്ട്, JRC, ലിറ്റിൽ കൈറ്റ്സ് എല്ലാ സംഘടനകളും, അതായത് കുട്ടികൾക്ക് പ്രചോദനമായി ഉന്നത നിലയിലേക്ക് നയിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നു. അധ്യാപകർ നല്ല നിലയിൽ അവർക്ക് വേണ്ട പരിശീലനം നൽകുന്നു എന്നും എടുത്തു പറയുന്നതാണ്. 100% വിജയം, അതും വളരെ എടുത്തു പറയേണ്ടതാണ്. 1998-ൽ ഈ സ്കൂളിനെ ഹയർ സെക്കൻഡറി ആയിട്ട് ഉയർത്തി. അതോടൊപ്പം 1962-ൽ നമ്മുടെ സ്കൂളിന് മൗണ്ട് താബോർ ഗേൾസ് പെൺകുട്ടികൾക്ക് മാത്രമായി മറ്റൊരു സ്ഥാപനം ഉയർന്നതും ഒക്കെ ഈ സ്കൂളിൻ്റെ വളർച്ചയുടെ പ്രധാനമായ ഘട്ടങ്ങളാണ്. എക്കാലവും ഈ സ്കൂളിൻ്റെ അഭിവൃദ്ധിയിൽ പങ്കുകൊള്ളുന്ന ഏവരോടും നന്ദി അറിയിക്കുന്നു. 100ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ഞങ്ങൾ അധ്യാപകരെല്ലാം അതിൻ്റെ വലിയ സന്തോഷത്തിലാണ്, ആഘോഷത്തിലാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ 25 വർഷമായി ഈ കലാലയത്തിൽ അധ്യാപകനായിട്ട് ജോലിക്ക് ചേർന്നിട്ട്. ഈ 25 വർഷ അളവിനുള്ളിൽ ഏറെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാനേജ്മെൻറ്റ്, പ്രഗത്ഭരായ നിരവധി അധ്യാപകർ, സ്നേഹനിധികളായ നിരവധി കുഞ്ഞുങ്ങൾ, ഇവരുടെ ഇടയിലൂടെ എല്ലാം കടന്നുപോയത് എന്നെ സംബന്ധിച്ച് വലിയ അനുഭവമാണ്, വലിയ സന്തോഷമാണ്. ഈ കലാലയ മുത്തശ്ശിയിലെ ഒരു അധ്യാപകനായതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. എൻ്റെ വ്യക്തിപരവും കുടുംബപരവുമായ വളർച്ചയിൽ, കെട്ടുറപ്പിൽ ഒക്കെ ഈ കലാലയം വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്കേറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നമ്മുടെ സെൻറ്റ് സ്റ്റീവൻസ് ഹൈസ്കൂളിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് നമ്മുടെ സ്കൂളിലേക്ക് വരുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും അതേപോലെ എനിക്ക് തോന്നുന്നു നാട്ടുകാരും വളരെ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് ഈ ഒരു 100ാം വർഷത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലി ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഞങ്ങളുടെ കുട്ടികളെല്ലാം വലിയ ആവേശത്തിലാണ്. പക്ഷേ എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലല്ലോ, അതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. എങ്കിലും ഞങ്ങളും ഇതിനകത്ത് ഭാഗമാക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം. വളരെ സന്തോഷകരമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങൾ പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് സ്റ്റാഫുകളെല്ലാം കടന്നു പോകുന്നത്. 1924-ൽ മൗണ്ട് താബോർ സ്ഥാപകനായ പുണ്യശ്ലോകനായ തോമാമാർ ദിവന്നാസ്യോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് നിർമ്മിച്ച ഈ സ്കൂളിൻ്റെ 100 വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ ഞങ്ങളെല്ലാവരും വളരെ ആഹ്ലാദത്തിലും സന്തോഷത്തിലും അഭിമാനത്തിലുമാണ്. ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 5ാം ക്ലാസ് തൊട്ട് ഇവിടെ പഠിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ജോലി ചെയ്യുന്നു. വളരെ സന്തോഷവും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എൻ്റെ സ്കൂൾ എൻ്റെ അഭിമാനം. ഞാൻ ഈ വർഷം ഈ സ്കൂളിൻ്റെ PT പ്രസിഡന്റിൽ എനിക്ക് അഭിമാനം കൊള്ളുന്നു. സ്കൂളിൻ്റെ 100ാം വാർഷികത്തിന് എല്ലാവിധ ആശംസകളും PTA നിലയിൽ, PTA മെമ്പർമാർക്ക് നിലയിൽ ആശംസ നേർന്നു. തുടർന്നുള്ള ഇനിയുള്ള പരിപാടിയിൽ സ്കൂളിൻ്റെ എല്ലാവിധ മാനേജ്മെൻറ്റിനൊപ്പം PTA പിന്തുണ കൊള്ളുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു.